ദ വേൾഡ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റർ ദൻ എവർ ബിഫോർ. ഇന്നലെ വരെ കണ്ട പല ജോബുകളും ഇന്നില്ല. അതേപോലെ തന്നെ ഇന്നലെ വരെ നമ്മൾ കണ്ട പല ജൈന്റ് കമ്പനികളും ഓൾറെഡി ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. AI ഈസ് റീപ്ലേസിംഗ് ഹ്യൂമൻ ആൻഡ് ഇൻഡസ്ട്രി ഈസ് എവോൾവിംഗ്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ദ ഹാർഷ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരാളും തന്നെ നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല. നിങ്ങൾ ഈ 2025 പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നതും എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ, നോക്കിയ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളും ഇന്ന് വെറും ഓർമ്മയാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാതെയാണ് അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ കരിയറിലും, നിങ്ങളുടെ ബിസിനസ് ലൈഫിലും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വരെ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു 2025 പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ആരൊക്കെ മുന്നോട്ട് പോകുന്നു അവരെല്ലാവരും അടുത്തൊരു 5 വർഷം 10 വർഷത്തിനകത്ത് തന്നെ അവർ നല്ല രീതിയിൽ സർവൈവ് ചെയ്തിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പിറകിലായിരിക്കും. ദ സ്പീഡ് ഓഫ് ചേഞ്ച് ഈസ് ഇൻസൈൻ. AI ഓൾറെഡി പല ജോബുകളും ഓട്ടോമേഷൻ, അതായത് ട്രഡീഷണലി ഉള്ള പല ജോബുകളും ഓൾറെഡി ഇപ്പോൾ ഓട്ടോമേഷൻ ത്രൂ ആണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പല വലിയ കമ്പനികളും ഇപ്പോൾ AI ഉപയോഗിച്ചിട്ടാണ് അവരുടെ പല ജോബുകളും പല വർക്കുകളും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഡാറ്റാസ് പറയുന്നത് 2030 കൂടിയിട്ട് മിക്കവാറും മില്യൺസ് ഓഫ് ട്രഡീഷണൽ ജോബ് ഓട്ടോമേഷൻ ത്രൂ ആയിരിക്കും റൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ AI കുറിച്ചിട്ട് പഠിക്കുക, സെയിൽസിനെ കുറിച്ചിട്ട് പഠിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കുക, അതേപോലെ തന്നെ കോഡിങ് പഠിക്കുക. ഈ ഒരു 4 സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു കോളേജ് ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ എടുക്കുന്ന കോളേജ് ഡിഗ്രിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അടുത്തൊരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് ചിലപ്പോൾ നിങ്ങളൊരു സ്കില്ല് പഠിച്ചിട്ട് നിങ്ങളൊരു ജോബിന് ഓൾറെഡി കയറിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു സ്കില്ല് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ജോബിൽ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെയാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത്. പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ലോകം ഒരിക്കലും കെയർ ചെയ്യുന്നില്ല നിങ്ങൾ പാസ്റ്റിൽ എന്ത് പഠിച്ച് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തെല്ലാം സ്കില്ല് അക്വയർ ചെയ്തെന്നുള്ളത്. വേൾഡ് എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റ് ആയിക്കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എത്രയും പെട്ടെന്ന് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപ് ടാക്സി ഡ്രൈവേഴ്സ് ആയിരുന്നു, അതിന് പകരം ഇപ്പോൾ ഊബേഴ്സ് ആണ്. അതേപോലെ തന്നെ ചെറിയ സ്റ്റോറുകളെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഈ ക്യൂക്കമേഴ്സ്, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലുള്ള വലിയ കമ്പനികളൊക്കെ വന്നിട്ട് അവരാണ് ഈ ഒരു ഇൻഡസ്ട്രി, അതായത് അവരാണ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോബുകൾ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ കമ്പനികളായിട്ടുള്ള സീൽസിനെ കടത്തിവെട്ടിയിട്ടാണ് ഇപ്പോൾ ആമസോൺ വന്നിട്ടുള്ളത്. സീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ഫെയിൽ ആയിപ്പോയ ഒരു കമ്പനിയാണ്. പക്ഷെ ആമസോൺ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനിയെല്ലാം ഇന്നില്ല, വെറും ഓർമ്മയാണ്. അതിന്റെ മെയിൻ കാരണം ആമസോണിനെ, അതായത് ബ്ലോക്ക് ബസ്റ്ററിനെ മാറ്റിയിട്ട് അവിടെ നെറ്റ്ഫ്ലിക്സ് വന്നു. നെറ്റ്ഫ്ലിക്സ് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് പുതിയ ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അത് നിങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി വരും ഇയറിൽ നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതും ഭയങ്കര ഹാർഡായിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുക, എന്നിട്ട് പുതിയ സ്ട്രാറ്റജീസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ ഇൻവോൾവ് ആക്കിയിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ലോകത്ത് ആക്ച്വലി 2 തരം ആളുകളാണുള്ളത്. ഒന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അവർ മുന്നോട്ട് പോകും. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് അവർക്ക് ഗവൺമെന്റ് പ്രശ്നമായിരിക്കും, അവർക്ക് എക്കണോമി പ്രശ്നമായിരിക്കും, അവർക്ക് അവരുടെ സ്കില്ലിൽ തന്നെ അവർക്ക് പ്രശ്നമായിരിക്കും, അവർക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും പ്രശ്നക്കാരായിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേ മറിച്ച് ഇപ്പോൾ AI എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിച്ച് മാറി നിൽക്കാതെ നിങ്ങൾ AI കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു സക്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന സാലറി എന്നാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു പെർസെൻറ്റേജ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ കോഴ്സ്, അതായത് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട്, AI കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം കണ്ടെത്തിയിട്ട് നല്ല കോഴ്സുകൾ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നീഷായിട്ടുള്ള കോഴ്സുകൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല ബുക്കുകൾ വായിക്കുക. ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്, അതല്ലാതെ തന്നെ ഒരുപാട് പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ബുക്കുകളുണ്ട്. ഇങ്ങനെയുള്ള ബുക്കുകൾ വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യുക ഡിജിറ്റൽ പ്രസൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങളൊരു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് എഴുതാൻ തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഡിജിറ്റലി നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. അതായത് നിങ്ങൾക്ക് ഡിജിറ്റലി ഒരു പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് വിന്നേഴ്സിന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കൂടെ എത്ര നിങ്ങളെ പോലെ ചിന്തിക്കുന്ന, അതായത് നിങ്ങളെപ്പോലെ ടെക്നോളജി പരമായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മൈൻഡ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 2025 മുതൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ദ വേൾഡ് ഈസ് നോട്ട് ഗോയിങ് ടു സ്ലോ ഡൗൺ ഫോർ യു. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വേൾഡ് അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സക്സസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ AI പേടിയാണ്, AI നല്ലൊരു ടെക്നോളജി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളൊരു ട്രാപ്പിൽ, നിങ്ങളൊരു കോൺസ്റ്റന്റ് ലൂപ്പിൽ അകപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പുതിയ സ്ട്രാറ്റജീസ് പഠിക്കുക, പുതിയ ടെക്നോളജിയെ കുറിച്ചിട്ട് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.